അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ബദരീങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് നാം ഈ അനുഭവിക്കുന്നതായ വിശുദ്ധമായ ഈ ദീനിൽ ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നത്. ശത്രുക്കൾ അനേകമുണ്ടായിരുന്നു, അവർക്ക് ആയുധങ്ങൾ ധാരാളമുണ്ടായിരുന്നു, കഴിക്കുവാൻ ഇഷ്ടം പോലെ ഭക്ഷണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ വെറും 313 സ്വഹാബാക്കൾക്ക് ഒരു കീറ് കാരയ്ക്കുമായിട്ടാണ് അവർ യുദ്ധം ചെയ്തിട്ടുള്ളത്. ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ലാഹു തആല മതിയായവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആയുധങ്ങളില്ലാതെ നിരായുധരായിട്ടായിരുന്നു അവർ യുദ്ധം ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവർ യുദ്ധം ചെയ്ത് വിജയിച്ചതുകൊണ്ടാണ് ഇന്ന് നമുക്കിവിടെ ഈ ദീനുൽ ഇസ്ലാം ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്ന് നാം 100% അട്ടിപ്പറയിട്ട് തന്നെ നാം മനസ്സിലാക്കുക. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ബദരീങ്ങൾ യുദ്ധം ചെയ്തിട്ടുള്ളത്. നബിതങ്ങൾ പറയുന്നതനുസരിച്ചായിരുന്നു അവരുടെ എല്ലാ യുദ്ധ മുറകളും ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം ബദരീങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. അതുകൊണ്ട് നാം മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം കൂടുതൽ മഹബ്ബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക. അതുകൊണ്ട് നാം കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുമെന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ജനിച്ചിട്ടുണ്ടോ നമുക്ക് മരണം ഉറപ്പായ ഒരു സംഗതിയാണ്. ആരെങ്കിലും വഫാത്താകുകയില്ലായിരുന്നുവെങ്കിൽ, സയ്യിദുനാ റസൂൽ കരീം മരിക്കുകയില്ലായിരുന്നുവെങ്കിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വഫാത്താവുകയില്ലായിരുന്നു. അതിനാൽ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വഫാത്തായ സ്ഥിതിക്ക് നാമും മരിക്കുന്നതായ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ഈ ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം അല്ലാഹു തആല നമുക്ക് നൽകിയ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാൻ നാം ശ്രമിക്കുക. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. 2 കാര്യങ്ങളെപ്പറ്റി അവർ എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാവുന്നതാണ്. അസ്സിഹത്തു വൽ ഫറാ, അല്ലാഹു തആല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ്. ഇവകൾ രണ്ടും അള്ളാഹുവിൻ്റെ തൃപ്തിയിലും ത്വാഅത്തിലുമായിട്ട് നാം ചെലവഴിക്കുക. അതുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ചെലവഴിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് ആരോഗ്യം നൽകിയിട്ടുള്ളത് അവന് ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും എല്ലാം ചെയ്യുവാൻ വേണ്ടിയാണ്, അല്ലാതെ മോശമായ രീതിയിൽ നടക്കുവാൻ അല്ല. അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.